ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിച്ചു. ഞാൻ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഇഡലി കഴിച്ചു, അല്ലെ ലഞ്ച് കഴിച്ചു, ഡിന്നറ് കഴിച്ചു എന്ന് പറയുന്നത് എപ്രകാരമാണ്? ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹാവ് ഓർ ഹാസ്. അത് നമ്മുടെ സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഐ, യു, വി, ദേ എന്നിവ വരുമ്പോൾ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ ഹാവും, പിന്നെ ഹി, ഷീ, ഇറ്റ് മുതലായവ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ ഹാസുമാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഹാഡ് എന്ന് ചേർക്കണം. എന്ന് വെച്ചാൽ നമ്മൾ കഴിച്ചു, അതായത് ഓൾറെഡി കഴിഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹാഡൂടെ അവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ നമുക്ക് നോക്കാം. ഷീ ഹാസ് ഹാഡ് എ ബ്ലാക്ക് കോഫി ടുഡേ. അവൾ ഇന്ന് ഒരു കടും കാപ്പി കുടിച്ചു. അപ്പോൾ ഷീ സബ്ജക്റ്റായിട്ട് വന്നതുകൊണ്ട് ഹാസ് ചേർത്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഹാഡാണ് ചേർത്തിരിക്കുന്നത്. അടുത്ത എക്സാമ്പിളിലോട്ട് പോകാം. വി ഹാവ് ഹാഡ് ഇഡ്ഡലി ആൻഡ് സാമ്പാർ. ഞങ്ങൾ ഇന്ന് ഇഡലിയും സാമ്പാറും കഴിച്ചു. അവിടെ വി സബ്ജക്റ്റായിട്ട് വന്നതുകൊണ്ട് നമ്മൾ ഹാവാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ഹാഡ് ചേർക്കുക. അപ്പോൾ ഇതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ഫോം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഫോർമാറ്റാണ് ഹാവ് ഓർ ഹാസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ്, പിന്നെ ബാക്കിയുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻ ഫോം വരുമ്പോൾ ഹാവ് ഓർ ഹാസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ്. നമുക്ക് എക്സാമ്പിളിലോട്ട് പോകാം. ഹാവ് യു ഹാഡ് ലഞ്ച്? നിങ്ങൾ ഊണ് കഴിച്ചോ? ഓക്കെ, അവിടെ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഹാവ് ആദ്യമേ തന്നെ ചേർത്തിരിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ, വാട്ട് ഹാവ് യു ഹാഡ് ടുഡേ? ഇന്ന് നിങ്ങൾ എന്താണ് കഴിച്ചത്? വാട്ട് ഹാവ് യു ഹാഡ് ടുഡേ. അടുത്ത എക്സാമ്പിൾ, വാട്ട് ഡിഡ് യു ഹാവ് യെസ്റ്റർഡേ? അത് ഇന്നലത്തെ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ വാട്ട് ഡിഡ് യു ഹാവ് എന്ന് ചേർത്തിരിക്കുന്നത്. വാട്ട് ഡിഡ് യു ഹാവ് യെസ്റ്റർഡേ? ഇന്നലെ നിങ്ങൾ എന്താണ് കഴിച്ചത്? ഇനിയും നെഗറ്റീവ് ഫോമാണ്. അത് നമുക്ക് ഈസി ആയിട്ട് പറയാവുന്നതേ ഉള്ളൂ. ഐ ഹാവിൻറ്റ് ഹാഡ് എനിത്തിങ് ടുഡേ. ഞാൻ ഇന്ന് ഒന്നും കഴിച്ചില്ല. അവിടെ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ് ഹാവിൻറ്റ് എന്ന് വന്നിരിക്കുന്നത്. അതേസമയം സബ്ജക്റ്റ് ഹിയോ, ഷീയോ, ഇറ്റോ ആയിരുന്നെങ്കിൽ ഹാസിൻ്റെ എന്നാണ് വരേണ്ടിയിരുന്നത്. ഓക്കെ, ഐ ഹാവിൻറ്റ് ഹാഡ് എനിത്തിങ് ടുഡേ. ഞാൻ ഇന്ന് ഒന്നും കഴിച്ചില്ല. ഇനിയും നേരത്തെ നടന്നൊരു സംഭവത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഹാഡ് പ്ലസ് ഹാഡാണ് ചേർക്കുന്നത്. അതായത് കഴിച്ചിരുന്നു എന്ന അർത്ഥം വരുമ്പോൾ ഹാഡ് പ്ലസ് ഹാഡ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ പറഞ്ഞു തരാം. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ഹാഡ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ് എല്ലാം വരാം. നേരത്തെ പോലെ അല്ല. ഇവിടെ ഹാഡ് കഴിച്ചിരുന്നു എന്ന അർത്ഥം വരുമ്പോൾ സബ്ജക്റ്റ് നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എക്സാമ്പിൾ, ഹി ഹാഡ് ഹാഡ് നിയർലി എ ബോട്ടിൽ ഓഫ് ബ്രാൻഡി. ഏകദേശം ഒരു കുപ്പി ബ്രാൻഡി അയാൾ അകത്താക്കിയിരുന്നു. അവിടെ കണ്ടില്ലയോ, സബ്ജക്റ്റ് ഹി ആയിരുന്നിട്ട് പോലും നമ്മൾ ഹാഡാണ് യൂസ് ചെയ്തത്. ഓക്കെ, ഹി ഹാഡ് ഹാഡ് നിയർലി എ ബോട്ടിൽ ഓഫ് ബ്രാൻഡി. അടുത്ത എക്സാമ്പിൾ, വെൻ ഐ റീച്ച്ഡ് ദെയർ ദേ ഹാഡ് ഹാഡ് ദെയർ സപ്പർ. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും അവർ അത്താഴം കഴിച്ചു കഴിഞ്ഞിരുന്നു. അത്താഴം എന്നുള്ളതിനാണ് സപ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ദേ എന്ന സബ്ജക്റ്റാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും നമ്മൾ ഹാഡ് തന്നെയാണ് ഇവിടെ
എന്താണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അതും ഓർത്തിരിക്കുക. അടുത്തത് നെഗറ്റീവ് ഫോമാണ്. ഹി ഹാഡിൻറ്റ് ഹാഡ് ഡ്രിങ്ക്സ്, സോ ദ റീസൺ ഫോർ ദ ആക്സിഡൻറ്റ് മൈറ്റ് ഹാവ് ബീൻ സംതിങ് എൽസ്. അയാൾ മദ്യം കഴിച്ചിരുന്നില്ല, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഹി ഹാഡിൻറ്റ് ഹാഡ് ഡ്രിങ്ക്സ്, സോ ദ റീസൺ ഫോർ ദ ആക്സിഡൻറ്റ് മൈറ്റ് ഹാവ് ബീൻ സംതിങ് എൽസ്. നമ്മൾ ഈ മൈറ്റ് ഹാവ് ബീൻ എന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് റെഫർ ചെയ്യുക. ഓക്കെ, ആയിരുന്നിരിക്കാം എന്ന് വരേണ്ടയിടത്താണ് നമ്മൾ മൈറ്റ് ഹാവ് ബീൻ എന്ന് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും, മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി വരുന്നത് വരെ താങ്ക് യു.